ഞാനൊരു ഹിന്ദു വലതുപക്ഷ ആക്ടിവിസ്റ്റാണ്. കുറച്ചുകൂടെ കൃത്യമായിട്ട് പറഞ്ഞാൽ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഞാനൊരു ആര്യ ബ്രാഹ്മണ സവർണ ഹിന്ദു വലതുപക്ഷ ആക്ടിവിസ്റ്റാണ്. സീനിയറായ BJP നേതാക്കളിൽ 95%നും ഒരു മുസ്ലിം വിരോധവും ഇല്ല. അവർ മുസ്ലിം വിരോധം എന്ന കാർഡ് ഉപയോഗിക്കുകയാണ്. കാര്യം RSSന്റെ ഉള്ളിൽ ഒരു സ്ട്രാൻഡിൻ ഇസ്ലാമോഫോബിയ ഉണ്ട്. എല്ലാവർക്കും അറിയുന്ന കാര്യമില്ല, അല്ലെന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. 10 പേർ എല്ലാ ദിവസവും രാവിലെ ഒരു മരണ വീട് പോലെ അവിടെ കുറ്റിയടിച്ചിങ്ങനെ ഇരിക്കും. ആദ്യം അച്ഛനും അമ്മയും ഇങ്ങനെ കുറ്റിയടിച്ചിരിക്കും. അങ്ങനെ ആഴ്ചകളോളം നിന്നപ്പോൾ കേരള പോലീസിന്റെ ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ പോയത്. അല്ലെങ്കിൽ എനിക്ക് എങ്ങനെ ആക്സസ് കിട്ടാൻ PC ജോർജ് സാർ എന്നോട് പറഞ്ഞൊരു സാധനമാണ് വളരെ വൈറലായി. രാവിലെ കോഴിക്കോട് നിന്ന് 400 പെൺകുട്ടികളെ അഫ്ഗാനിസ്ഥാനിലേക്ക് കടൽ മാർഗം കൊണ്ടുപോയി എന്ന്. ഇതൊരൊറ്റ പ്രശ്നമേ ഉള്ളൂ, അഫ്ഗാനിസ്ഥാനിൽ കടലില്ല. അഫ്ഗാനിസ്ഥാനിൽ കടലില്ല, അതൊരു ലാൻഡ് ലോക്ക് കൺട്രിയാണ്. ഒരു ശനിയാഴ്ച സത്സംഗം എന്നുണ്ടാകുന്നു, അവിടെ ആത്മീയ പഠനം ഉണ്ടാകുന്നു. ഇടയ്ക്കുള്ള ഒരു ദിവസം എളുപ്പമുള്ള ദിവസം, ശനിയാഴ്ച അവധി ദിവസം. ശനിയാഴ്ച കൂടുതൽ ആൾക്കാർക്ക് അവധിയുള്ള ദിവസം. ബാക്കിയുള്ള ദിവസം ട്യൂസ്ഡേ പറയുകയാണെങ്കിൽ പറ്റൂ, വെൻസ്ഡേ പറയുകയാണെങ്കിൽ പറ്റൂ. ശനിയാഴ്ച കൂടുതൽ എളുപ്പമുള്ള ദിവസം. രാഹുൽ ഒരു തന്ത്രി കുടുംബത്തിൽ ജനിച്ചതാണ്. പക്ഷേ പല അമ്മ വഴിയുള്ള അച്ഛൻ വഴി അവർ വേദപണ്ഡിതരാണ്, വേദാധ്യാപകർ. അങ്ങനെയുള്ള ഒരാൾ പലപ്പോഴും തന്ത്രി കുടുംബം രാഹുലിന്റെ നിലപാടുകളെ എതിർക്കുന്നത് കാണുന്നുണ്ടല്ലോ, ചേർത്ത് നിർത്തുന്ന. എനിക്കൊരു പ്രശ്നമല്ല അതിന്. അവിടെ ചില കേസുകളും മറ്റുമുണ്ട്, കേരള ഹൈക്കോടതി കേസുകളാണ്. ഞാൻ എൻ്റെ ഏറ്റവും വലിയ പോസിറ്റീവ് ക്വാളിറ്റിയായി കാണുന്നത് 100% പബ്ലിക് കാര്യങ്ങളിലാണ് 100% സത്യം ഞാൻ പറയും. 100% സത്യം. അല്ലല്ല, വ്യക്തിപരമായ കാര്യങ്ങളല്ല കേട്ടോ. അപ്പൊ എന്റെ പേഴ്സണൽ ലൈഫിനെ കുറിച്ച് ചോദിച്ചാൽ പറയണമെന്നല്ല പറയുന്നത്, മലയാളി ഹൗസിനെ കുറിച്ച് ചോദിച്ചാൽ പേഴ്സണലി പറയുന്നല്ല പറയുന്നത്. പബ്ലിക് പോളിസിയുടെ കാര്യങ്ങളിൽ 100% കാര്യങ്ങൾ 100% ആൾക്കാരോട് 100% സമയം സോഫ്റ്റായിട്ടും സ്വീറ്റായിട്ടും ഞാൻ പറയും. ഞാൻ വല്ലപ്പോഴും ഒക്കെ ചൂടാകാറുള്ളൂ, പക്ഷേ സോഫ്റ്റായിട്ടും സ്വീറ്റായിട്ടും ഞാൻ പറയാനുള്ളത് 100% ട്രൂത്ത് പറയും. യു ക്യാൻ ക്രോസ് ചെക്ക് ഏത് വിഷയത്തെക്കുറിച്ചും. മാഡത്തിന് 100% ഉറപ്പുണ്ടെന്ന് പറയുന്ന ഏത് വിഷയത്തെക്കുറിച്ചും എന്നോട് ചോദിക്കാം. എനിക്കറിയാവുന്ന വിഷയമാണെങ്കിൽ അത് പറയുകയും ചെയ്യും. അതുകൊണ്ടല്ലേ ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് കള്ളത്തരം ചെയ്തപ്പോൾ കള്ളത്തരമാണെന്ന് പറഞ്ഞത്. എനിക്ക് യാതൊരു പടിയില്ല. ചീഫ് ജസ്റ്റിസ് ഇന്ദിരാ ജയ്സിംഗ് ഞാൻ കേരളത്തിലെ ചാനലിൽ പറഞ്ഞ മലയാളം കാര്യങ്ങളല്ലാതെ ഇംഗ്ലീഷിൽ വായിച്ചു. അങ്ങനെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ ഫ്രണ്ടിൽ പറഞ്ഞത് പേടിച്ച് എൻ്റെ അഡ്വക്കേറ്റ് അവിടെ വെച്ച് ലൈവായിട്ട് എൻ്റെ വക്കാലത്ത് റിലിംഗ്വിഷ് ചെയ്തു. പക്ഷെ ഞാൻ പറഞ്ഞത് സത്യമായെന്ന് പറയാൻ വേറെ കൊണ്ടല്ല, ആ സത്യം തുറന്നു പറയുന്നേ ഉള്ളൂ. ഞാൻ പറയണ അന്താരാഷ്ട്ര വലിയ തത്വമൊന്നുമല്ല. കണ്ണിൻ്റെ മുമ്പിൽ കാണുന്ന സത്യങ്ങൾ അത് അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെന്ന് പറയുന്നു. അത് കോടിക്കണക്കിന് ആൾക്കാരുടെ സെന്റിമെന്റ്സ് ഞാൻ മകരവിളക്ക് മകർജ്യോതിയുടെ കാര്യത്തിൽ നോക്കിയില്ല. എതിർഭാഗത്ത് കോടതിയും ഭരണകൂടവും പാർട്ടിയും പോലീസും ഉണ്ടെന്ന് ശബരിമല വിഷയത്തിൽ ഞാൻ നോക്കിയില്ല. 3 മാസത്തോളം ശബരിമല വിഷയത്തിൽ എനിക്ക് ശമ്പളമില്ല, ഞാൻ മാറി നിൽക്കേണ്ടി വന്നു. ഞാൻ വർക്ക് ചെയ്യുന്നിടത്തടക്കം. കാര്യം എൻ്റെ വൈഫ് ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്യാതെ വൈഫിനെതിരെ കംപ്ലയിൻറ്റ് പോയി. ഇവർ മറ്റേ സുപ്രീം കോടതിയുടെ ഇതാണ് ഈ കൊടുക്കാൻ കഴിയുന്നൊരു സാധനം കൂടെ പറയാം. എനിക്ക് ഏറ്റവും ഇഷ്ടം മഹാത്മാഗാന്ധിയാണ്. ഞാനൊരു ഗാന്ധിയനാണ്. മഹാത്മാഗാന്ധിയുടെ കൊച്ചുമകനായ തുഷാർ ഗാന്ധി ഹിന്ദു ടെററിസ്റ്റ് എന്ന് എന്നെ വിളിക്കുകയുണ്ടായി. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ട്വീറ്റ് കിടപ്പുണ്ട്. ഹിന്ദു ടെററിസ്റ്റ് ഹാസ് അറൈവ്ഡ് ഇൻ ശബരിമല എന്ന് കിടക്കുകയുണ്ടായി. മാഡത്തിന് അറിയാം. അപ്പം അതിനധികം മനസ്സിലാവുമെന്നറിയില്ല, എത്ര പേര് പരിഹസിച്ചു എന്നറിയാവോ? എന്തായാലും നിങ്ങൾ നോക്കൂ, ആലോചിച്ച് നോക്കുക. സുപ്രീം കോടതിയുടെ 4-1 വിധിന്യായം വന്നു കഴിഞ്ഞാൽ അത് ഒരു പാർട്ടിയും സപ്പോർട്ട് ചെയ്യുന്നില്ല. പോലീസുകാർ കേരളത്തിൽ ലെഫ്റ്റ് ഇരിക്കുന്നു. ഞങ്ങൾ ജയിക്കുമെന്ന് ആരെങ്കിലും വിചാരിച്ചു? ജയിച്ച എന്തുകൊണ്ടാണെന്നറിയാമോ? അയ്യപ്പൻ്റെ അനുഗ്രഹമാണ്. പക്ഷേ പറയുന്ന കാര്യങ്ങളിലെ നിഷ്പക്ഷമായ സത്യം, ആ നിഷ്പക്ഷതയും വസ്തുനിഷ്ഠതയും ഇല്ലെങ്കിൽ ഈ ലോകം നിലനിൽക്കില്ല. അതുകൊണ്ട് ആസ്ക് മീ റിഗാർഡിംഗ് എനിത്തിങ് അണ്ടർ ദ സൺ ഓൺ എ പബ്ലിക് മാറ്റർ, ഐ വിൽ ടെൽ യു 100% ട്രൂത്ത് 100% ഓഫ് ദി ടൈം ടു 100% ഓഫ് പീപ്പിൾ ഇൻ എ വെരി ഷുഗർ കോട്ടഡ് വേ. ഈ രാഹുൽ ദേശീയ ചാനലുകളിലൊക്കെ ചർച്ചയ്ക്ക് പോയിരിക്കുമ്പോൾ തീവ്ര ഹിന്ദുത്വ ചർച്ചകൾ, ഹിന്ദുത്വമേ ഇല്ല, തീവ്ര ഹിന്ദു എത്ര തീവ്രത വിളിച്ചോളൂ. ഞാനൊരു ഹിന്ദു വലതുപക്ഷ ആക്ടിവിസ്റ്റാണ്. കുറച്ചുകൂടെ കൃത്യമായിട്ട് പറഞ്ഞാൽ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഞാനൊരു ആര്യ ബ്രാഹ്മണ സവർണ ഹിന്ദു വലതുപക്ഷ ആക്ടിവിസ്റ്റാണ്. ഞാൻ സെക്കുലർ അല്ല കേട്ടോ, ഒട്ടും സെക്കുലർ അല്ല. ഹിന്ദുത്വം വേറെ, അതാണ് ഒറ്റ വരി പറയാം. ഞാനൊരു ആര്യ ബ്രാഹ്മണ സവർണ ഹിന്ദു വലതുപക്ഷ ആക്ടിവിസ്റ്റാണ്, ഗാന്ധിയനാണ്, ഹിന്ദുത്വവാദി സവർക്കറാണ്. ഗാന്ധിജിയാണ് ഹിന്ദു, വിവേകാനന്ദനാണ് ഹിന്ദു, സവർക്കർ നിരീശ്വരവാദിയാണ്. പല ആൾക്കാർക്ക് അറിയുമ്പോൾ അത്ഭുതം തോന്നും. നാഥുറാം ഒരു വലിയ പരിധി വരെ ഈ എത്തീസ്റ്റ് ലൈനുള്ള ആളാണ്. ഈ സവർക്കറൈറ്റ്സും ഗോഡ്സേവാദികളുമാണ് ഈ നാടിൻ്റെ ശാപം. പകരം മഹാത്മാഗാന്ധിയാണ് ഹിന്ദു. ഈ ശശി തരൂരിൻ്റെ പുസ്തകം ശ്രദ്ധിച്ചിട്ടുള്ളതല്ല. ശശി തരൂർ ലോകാരാധ്യനാണല്ലോ. ബാക്കി എന്തൊക്കെ അഭിപ്രായ വ്യത്യാസം ബാക്കി ആൾക്കാർക്കുണ്ടെങ്കിലും ശശി തരൂർ എങ്ങനെയാണ് ഗാന്ധിജിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതെന്നറിയാമോ? ദ ഹിന്ദു ആക്ടിവിസ്റ്റ് ഹൂ ഡിഫീറ്റഡ് ദ ബ്രിട്ടീഷ് എംപയർ. ഗാന്ധിജിയെ ശശി തരൂർ ലോകത്തിന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കൃത്യം വാക്കുകളാണ്. ശശി തരൂരിന്റെ പുസ്തകത്തിലെ വാക്കാണ് കോട്ട് ചെയ്യുന്നത്. ദ ഹിന്ദു ആക്ടിവിസ്റ്റ് whose strategies defeated the കുറച്ചുകൂടെ വികസിപ്പിച്ച് പറഞ്ഞാൽ the Hindu activist whose strategies ultimately led to the downfall of the British Empire. കാരണം മഹാത്മാഗാന്ധിയുടെ മനസ്സിൽ
രാമനുണ്ടായിരുന്നു, യേശുക്രിസ്തു ഉണ്ടായിരുന്നു, നബിയും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ലൈൻ ഉണ്ട്. ഇത് ക്രിസ്ത്യാനികളുടെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടല്ല. ഞാൻ പെട്ടെന്ന് കൗതുകമുള്ളൊരു കാര്യം പറയാം, മാഡത്തിന് അറിയാവുന്ന അറിയില്ല. ഇന്ത്യയിൽ ഏറ്റവും വലിയ യേശുക്രിസ്തുവിന്റെ ഫേസ് വാൾ പെയിന്റിംഗ് ഉള്ളത് എന്റെ വീട്ടിലാണ്. എന്റെ വീട്ടിൽ അത് എനിക്ക് ബുദ്ധന്റെ ഏറ്റവും ടോളുള്ള അത് ക്രിസ്ത്യാനികളുടെ വോട്ടിന് വേണ്ടിയിട്ടല്ല. ഞാനത് പലപ്പോഴും ഈ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തെ ആൾക്കാർ അപമാനിക്കും പറയാറുണ്ട്. ഒറ്റ വരി പറഞ്ഞ കൗതുകം തോന്നും. വിവേകാനന്ദൻ അമേരിക്ക ചെല്ലുമ്പോൾ, കാലിഫോർണിയയിൽ ചെല്ലുമ്പോൾ അവിടെ ഒരാൾ പ്രവാചകൻ മുഹമ്മദ് നബിയും ഇസ്ലാം മതത്തെയും കുറ്റം പറയുന്നുണ്ട്. കേൾക്കാൻ ഒരു മുസ്ലിം പോലും ഇല്ല. അതായത് മുസ്ലിങ്ങൾക്ക് 27% വോട്ടുള്ളതുകൊണ്ടല്ല വിവേകാനന്ദൻ കാലിഫോർണിയയിൽ പോകുമ്പോൾ കേൾക്കാൻ ഒരു മുസ്ലിം പോലും ഇല്ല. അവിടെ ക്രിസ്ത്യാനികളും ജൂതന്മാരും ഹിന്ദുക്കളും കൊണ്ടിരിക്കുന്നത്. വിവേകാനന്ദൻ എണീച്ചു പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് പ്രവാചകൻ മുഹമ്മദിനെ ഇസ്ലാമിനെയും കുറ്റം പറയരുത്. ലോക ചരിത്രത്തിലെ 4 മഹാ ആചാര്യന്മാരിൽ ഒരാളാണ് പ്രവാചകൻ മുഹമ്മദ്. കൃഷ്ണൻ, ബുദ്ധൻ, യേശുക്രിസ്തു, പ്രവാചകൻ മുഹമ്മദ്. എന്നിട്ട് പ്രവാചകൻ മുഹമ്മദിനെ കുറിച്ച് ക്രിസ്ത്യാനികൾക്കും ജൂതന്മാർക്കും അവിടുത്തെ ആൾക്കാർക്കുമാണ് കാലിഫോർണിയ ഒരാള് പോലും കേൾക്കാൻ മുസ്ലിം ഇല്ല. ഞാൻ ചോദിച്ചു വന്ന ക്വസ്റ്റ്യൻ ഇതാ, അതായത് ദേശീയ ചാനലുകളിൽ രാഹുൽ സംസാരിക്കുമ്പോൾ എന്തായാലും ഹിന്ദു നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട്, അതെ, കേരളത്തിലേക്ക് വരുമ്പോൾ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള രീതിയിലാണ് ഇപ്പോൾ രാഹുലിന്റെ ഒരു നിലപാട്. ഞാൻ ഹിന്ദു ആക്ടിവിസ്റ്റ് ആണ്. ഞാൻ ഹിന്ദുക്കൾക്ക് വേണ്ടി പണിയെല്ലാം ചെയ്തു കഴിഞ്ഞാണ് ഹിന്ദു മുസ്ലിം ഐക്യത്തിന് വേണ്ടി ശ്രമിക്കുന്നത്. ശബരിമല വിഷയത്തിൽ ജയിലിൽ കിടന്നിട്ടുണ്ട്, മലയേറിയന്മാർക്ക് വേണ്ടി ജയിലിൽ കിടന്നിട്ടുണ്ട്, എല്ലാ ഹിന്ദു കോസിന് വേണ്ടി ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. ശ്രീ രാജാരവിവർമ്മ പുരസ്കാരം MF ഹുസൈന് കൊടുക്കാൻ നമ്മുടെ MA ബേബി സാർ വിദ്യാഭ്യാസ മന്ത്രി, സാംസ്കാരിക വകുപ്പ് മന്ത്രി ആയിരുന്നു തീരുമാനിച്ചു. ഞങ്ങളാണ് അതിനെതിരെ കോടതിയിൽ പോയി ജയിച്ചത്. നമ്മുടെ ഒരു ടീമുണ്ട്, അവരാണ് ജയിച്ചത്. എല്ലാ എൻ്റെ ഹിന്ദു പരിപാടികളും ഞാൻ ചെയ്യുന്നുണ്ട് കൃത്യമായിട്ട്, എല്ലാ ക്യാമ്പയിനും ചെയ്യുന്നുണ്ട്, സാധനങ്ങളിൽ പോകുന്നുണ്ട്. പക്ഷേ ഞാൻ ഹിന്ദുത്വവാദി അല്ല. ഇതിന്റെ പ്രശ്നം എന്താ അറിയോ, നമ്മുടെ നാട്ടിൽ ഈ കൃത്യമായ പീജിയൻ ഹോളിംഗ് ഉണ്ട്. അതായത് ഒന്നെങ്കിൽ സുഡാപ്പി, അല്ലെങ്കിൽ സംഘി, അല്ലെങ്കിൽ കമ്മി, അല്ലെങ്കിൽ കൊങ്ങി മൂരി, അങ്ങനെയല്ല. ദർ ഇസ് എ മിഡിൽ ഗ്രൗണ്ട്. വളരെ വൈബ്രന്റ് ആയ ഒരു മിഡിൽ സെൻട്രിസ്റ്റ് ഗ്രൗണ്ട് ഉണ്ട്. ഞാൻ അതുകൊണ്ട് കൾച്ചറലി ഒരു സെന്റർ റൈറ്റാണ്. വിശാല അർത്ഥത്തിൽ ഗാന്ധിയൻ സോഷ്യലിസ്റ്റ് അംഗീകരിക്കുന്ന ഒരു സെന്റർ റൈറ്റാണ്. ഐഡന്റിറ്റി ക്രൈസിസ് ഒക്കെ ഇതാണ് ഐഡന്റിറ്റി, ഇതാണ് ഗാന്ധിയൻ ഐഡന്റിറ്റി. ഗാന്ധിജി എന്താ? ഗാന്ധിജി വാസ് എ കോർ ഹിന്ദു ആക്ടിവിസ്റ്റ്. ഗാന്ധിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം എന്താ അറിയാമോ? പൂന പാക്ട്. പൂന പാക്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ നാട്ടിലെ റിസർവേഷൻ ഉണ്ടാകുന്ന പൂന പാക്ടിൽ നിന്നാണ്. ഗാന്ധിജി എന്ന് പറയുന്നത് ഐ വിൽ ഡൈ ബട്ട് ഐ വിൽ നോട്ട് ലെറ്റ് ഹിന്ദുസ് ബി ഡിവൈഡഡ്. ഞാൻ മരിച്ചാലും ഹിന്ദുക്കളെ വിഘടിക്കാൻ അനുവദിക്കില്ല. അങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ റിസർവേഷൻ വരുന്നത്. എൻ്റെ ഐഡന്റിറ്റി ക്രിസ്റ്റൽ ക്ലിയർ ആണ്. ഹിന്ദു റൈറ്റ് വിങ് ആക്ടിവിസ്റ്റ് ഗാന്ധിയൻ. അപ്പൊ അങ്ങനെയാണെങ്കിൽ പിന്നെ RSSനെ പല കാര്യത്തിൽ എന്തിനാണ് രാഹുൽ എതിർക്കുന്നത്? കാര്യം RSSന്റെ ഉള്ളിൽ ഒരു സ്ട്രാൻഡിന് ഇസ്ലാമോഫോബിയ ഉണ്ട്. എല്ലാവർക്കും അറിയുന്ന കാര്യമില്ല, എല്ലാം നോക്കിയ കാര്യമുണ്ട്. ഇനി അത് തന്നെ കൗതുകം എന്താ അറിയോ, അത് RSSകാർക്ക് ഇഷ്ടപ്പെടുമെന്ന് പറഞ്ഞൊരു പ്രൊപ്പൽ ചെയ്യുന്ന ഉദാഹരണം. ഇന്ത്യയിൽ നിന്ന് ഏറ്റവും മോശം വൃത്തികെട്ട രാഷ്ട്രീയം പറയുന്ന മുഖ്യമന്ത്രി ആരാണ്? ഒരു സംശയം വേണ്ട, അത് BJPയിലെ ഹിമന്ത് ബിസ്വ ശർമ്മയാണ്. ഹിമന്ത് ബിസ്വ ശർമ്മ എന്ന് പറയുന്ന ആസാമിന്റെ മുഖ്യമന്ത്രി ചീപ്പായ, അതായത് മനഃപൂർവ്വം പ്രകോപനപരമായ കാര്യങ്ങൾ പലപ്പോഴും പറയേണ്ടി. ഇയാൾ കടുത്ത കോൺഗ്രസ്സുകാരനായിരുന്നു, രാഹുൽ ഗാന്ധിയുടെ അടുത്ത ആളായിരുന്നു. ഇവർ വർഗീയത ഒരു കാർഡായിട്ട് ഉപയോഗിക്കുകയാണ്. അറിഞ്ഞിരിക്കേണ്ടതാണ്, BJP RSSലെ ആൾക്കാർ കാണുകയാണെങ്കിൽ 95% സീനിയർ BJP RSS നേതാക്കൾക്ക് ഒരു മുസ്ലിം വിരോധവും ഇല്ല. അതാണ് അപകടം. അതായത് ഒന്നുകൂടെ പറയാം, സീനിയറായ BJP നേതാക്കളിൽ 95%നും ഒരു മുസ്ലിം വിരോധവും ഇല്ല. അവർ മുസ്ലിം വിരോധം എന്ന കാർഡ് ഉപയോഗിക്കുകയാണ്. ഉറങ്ങുന്നവനെ ഉണർത്താം, ഉറക്കം നടിക്കുന്നവനെ ഉണർത്താൻ പറ്റില്ല എന്ന് പറയുന്നത് പോലെ ഇവർക്ക് ജെനുവിൻ മുസ്ലിം വിരോധം ഉണ്ടെങ്കിൽ മാറ്റാം. പക്ഷേ മുസ്ലിം വിരോധം എന്ന കാർഡ് ഉപയോഗിക്കാം. ഇൻസ്റ്റന്റിൽ കൂടെ പറയാം, സുരേന്ദ്രൻ ജി അല്ലെങ്കിൽ നമ്മുടെ വെള്ളാപ്പള്ളി നരേശൻ സാർ നമ്മുടെ മലപ്പുറത്ത് പോയി ശ്വസിക്കാൻ പറ്റില്ലെന്ന് പറയുന്നുണ്ട്. എന്താ ശ്വസിക്കാൻ പറ്റാത്തത്? മലപ്പുറത്ത് എന്താ ഓക്സിജന്റെ പ്രശ്നമുണ്ടോ? മലപ്പുറത്ത് പോയാൽ ഹിന്ദുക്കൾക്ക് നമ്മുടെ നോമ്പിന് ആരെ പറ്റിക്കാനാണ് ഇത് പറയുന്നത്? വെള്ളം ഹിന്ദുക്കൾക്ക് കിട്ടുന്നില്ല. മലപ്പുറത്തുള്ള 27% ആൾക്കാരപ്പം വെള്ളം കുടിക്കാതാണോ സ്വയം ജീവിക്കുന്നത്? അവരിത് പറയുന്നത് എന്തിനാണെന്നറിയാമോ? അതാണ് മാഡം മനസ്സിലാക്കേണ്ടത്. ഈ പോയിന്റാണ് പലപ്പോഴും മീഡിയക്കാർക്ക് മനസ്സിലാകാത്തത്. ഒരൊറ്റ ചോദ്യത്തിൽ ഹിന്ദുക്കളുടെ 5000 വർഷത്തെ പ്രശ്നങ്ങൾ ഞാൻ സംഗ്രഹിക്കാം. ഒരൊറ്റ ചോദ്യത്തിൽ 30 സെക്കൻഡുള്ള ഒരൊറ്റ ചോദ്യത്തിൽ. എൻ്റെ 30 സെക്കൻഡുകൾ ഫേമസാണ്. ഇത് ചോദ്യമായിട്ട് ചോദിക്കാം. ആഴ്ചയിൽ ഏത് ദിവസവും നമുക്ക് അമ്പലത്തിലും പള്ളിയിലും ഒക്കെ പോവാം. അത്ര വിശ്വാസപ്രകാരം ഏത് ദിവസമാണ് നമ്മുടെ ക്രിസ്ത്യൻ സഹോദരങ്ങൾ അവരുടെ പള്ളിയിൽ ഒത്തുകൂടുന്നത്? ഏത് ദിവസമാണ്? ഇതിനറിയായിരിക്കും. ഏത് ദിവസമാണ് നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ അവരുടെ പള്ളിയിൽ ഒത്തുകൂടുന്നത്? ഏത് ദിവസമാണ് നമ്മൾ ഹിന്ദുക്കൾ നമ്മുടെ അമ്പലങ്ങളിൽ ഒത്തുകൂടുന്നത്? അങ്ങനെ ഒന്നില്ല. ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ, ഒരുമിച്ച് നിൽക്കാൻ, ഒരുമിച്ച് സംസാരിക്കാൻ ഒരിടമില്ല. അടുത്തതാണ് പോയിന്റ്. ഇത് കാരണം നമ്മുടെ ഉള്ളിലെ തീവ്ര സ്വരക്കാർക്ക് എപ്പോഴും അപ്പുറത്തൊരു ശത്രു വേണം. ഈ ശത്രു ഉണ്ടെന്ന് കാണിച്ചാണ് വിഘടിച്ച് കിടക്കുന്ന നായരെ, ഈഴവനെ, പുലേനെ, നമ്പൂതിരിയെ, വെള്ളാളനെ. അങ്ങനെ മാഡം, ഇതാണ് ലവ് ജിഹാദ്, ഇതാണ് ലാൻഡ് ജിഹാദ്, ഇതാണ് തുപ്പൽ ജിഹാദ്, ഇതാണ് ഹലാൽ ജിഹാദ്. പിന്നെ വേറെ എന്താന്ന് വിചാരിച്ചു?
അതായത് വിഘടിച്ച് കിടക്കുന്ന എനിക്ക് ഭയങ്കര തമാശ. ഒരു ബന്ധമില്ലാത്തൊരു ദൈവ ഇത് എത്രയോ റിസർച്ചിന് ശേഷമാണ് ഞാൻ പറയുന്നത്. ഹാർവേഡിന്റെ അടക്കം റിസർച്ച് കോട്ട് ചെയ്ത് വേണമെങ്കിൽ ഞാൻ പറയാം. എന്ത് അമ്പലത്തിൽ പോകുന്ന ദിവസം അമ്പലത്തിൽ പോകുന്നതല്ല, ഹാർവേഡ് യൂണിവേഴ്സിറ്റി 2016 ജാമ സൈക്കാട്രിയിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിൽ പറയുന്നു, നിങ്ങൾക്ക് ആഴ്ചകളിൽ കോൺഗ്രിഗേഷൻ ഉണ്ടെങ്കിൽ, കൂട്ടായ്മ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം മെച്ചമാകും, സെൻസ് ഓഫ് കമ്മ്യൂണിറ്റി ഉണ്ടാകും, പരസ്പരം കൊഹിഷൻ ഉണ്ടാകും, ലൈഫിൽ സ്ട്രെസ് കുറയും. ഹാർവേഡ് യൂണിവേഴ്സിറ്റി ജാമ സൈക്കാട്രി 2016-14 പ്രസിദ്ധീകരിച്ച 88,000 പേരിൽ നടത്തിയ സർവേ. ഇപ്പൊ എന്റെ മൊബൈൽ അവിടെ നിർത്തുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ ലൈവായിട്ട് കാണിച്ചു തരികയും ചെയ്യാം. ഹിന്ദുക്കൾക്ക് ഇതില്ല. അപ്പൊ എന്ത് ചെയ്യും? ഞങ്ങളുടെ ഉള്ളിലെ തീവ്രസ്വരക്കാർ മുസ്ലിങ്ങൾ തുപ്പിയിട്ടാണ് ആഹാരം തന്നെന്ന് പറയും, നമ്മുടെ പെൺകുട്ടികളെ മുസ്ലിങ്ങളെ തട്ടിക്കൊണ്ടുപോകണമെന്ന് പറയും. അതാണ് ലവ് ജിഹാദ്. ഒരു ദിവസം അമ്പലത്തിൽ പോകാൻ ഒരു ദിവസം ഇല്ല എന്നുള്ളതിനെ ഇതിനുമായിട്ട് എങ്ങനെയാണ്? കാരണം ആ അമ്പലത്തിൽ കാരണം അമ്പലത്തിൽ പോകുമ്പോൾ കൃത്യമായിട്ട് കണക്ട് ചെയ്യാം. കാര്യം അമ്പലത്തിൽ പോകുമ്പോൾ സെൻസ് ഓഫ് ബിലോങ്ങിങ്നെസ്, കുറച്ചുകൂടെ കൃത്യമായി പറഞ്ഞാൽ എബ്രഹാം മാസ്ലോ എന്ന സൈക്കോളജിസ്റ്റ് പറയുന്ന ബേസിക് നീഡ്സിലൊന്നായ കൂട്ടായ്മ ബോധം, അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയുടെ ഭാഗമാണെന്നുള്ള ബോധം ഹിന്ദുക്കൾക്കില്ല. അതുകൊണ്ട് ഒരു സെൻസ് ഓഫ് അതർ ഉണ്ടാക്കുക, ഒരു അപരനെ ഉണ്ടാക്കുക. ലവ് ജിഹാദ് ഉടനെ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ വിശ്വസിക്കുന്നില്ലല്ലോ. ലവ് ജിഹാദ് ഉണ്ടെന്ന് പറയുന്നവർ എന്തിനാ അത് പറയുന്നത്? ടു സ്കെയർ ഹിന്ദുസ് ഇൻ ടു യൂണിറ്റി അല്ലേ? അതുകൊണ്ടല്ലേ? അല്ലെന്ന് ആർക്കെങ്കിലും അഭിപ്രായം ഉണ്ടോ? ലവ് ജിഹാദും ലാൽ ജിഹാദും തുപ്പൽ ജിഹാദും ഹലാൽ ജിഹാദും ഉണ്ടെന്ന് പറയുന്നവർ വിഘടിച്ച് കിടക്കുന്ന ഹിന്ദുക്കളെ ഒന്നിപ്പിക്കാൻ ഇടുന്ന നമ്പറാണ്. ഇപ്പം PC ജോർജ് സാർ എന്നോട് പറഞ്ഞൊരു സാധനമാണ് വളരെ വൈറലായി. രാവിലെ കോഴിക്കോട് നിന്ന് 400 പെൺകുട്ടികളെ അഫ്ഗാനിസ്ഥാനിലേക്ക് കടൽ മാർഗം കൊണ്ടുപോയി എന്ന്. ഇതിനൊരിഷ്ട പ്രശ്നമേ ഉള്ളൂ, അഫ്ഗാനിസ്ഥാനിൽ കടലില്ല. അഫ്ഗാനിസ്ഥാനിൽ കടലില്ല, അതൊരു ലാൻഡ് ലോക്ക് കൺട്രിയാണ്. ജോർജ് സാറിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ജോർജ് സാറ് കാരണമാണ് ഞങ്ങളുടെ ശബരിമല പ്രക്ഷോഭം ഇത്രയും വലുതായത്. ശത്രുവിനെ ഉണ്ടാക്കാൻ നോക്കുകയാണ്. ഈ ശത്രു മുസ്ലിമാണ്, നോർത്ത് ഇന്ത്യ ക്രിസ്ത്യാനിയാണ്. ഈ ശത്രുവിനെ ഉണ്ടാക്കേണ്ട ആവശ്യം വരുന്നത് എന്താണെന്നറിയാമോ? ഹിന്ദുക്കളുടെ പ്രശ്നം ഒരൊറ്റ കാര്യത്തിലെ സൊല്യൂഷൻ ഉണ്ടാവും. എന്താന്ന് ഒറ്റ വരി കൂടെ പറയാം. ക്രിസ്ത്യാനികൾക്ക് ഞായറാഴ്ച എന്ന പോലെ, മുസ്ലിങ്ങൾക്ക് വെള്ളിയാഴ്ച എന്ന പോലെ, നമ്മൾ ഹിന്ദുക്കൾക്ക് ഒരു ശനിയാഴ്ച സത്സംഗം എന്നുണ്ടാകുന്നു, അവിടെ ആത്മീയ പഠനം ഉണ്ടാകുന്നു. ഇടയ്ക്കുള്ള ഒരു ദിവസം എളുപ്പമുള്ള ദിവസം, ഇടയ്ക്കുള്ള ദിവസം എളുപ്പമുള്ള ദിവസം, ശനിയാഴ്ച അവധി ദിവസമാണ്. ശനിയാഴ്ച കൂടുതൽ ആൾക്കാർക്ക് അവധിയുള്ള ദിവസമാണ്. ബാക്കിയുള്ള ദിവസം ട്യൂസ്ഡേ പറയുകയാണെങ്കിൽ പറ്റൂ, വെൻസ്ഡേ പറയുകയാണെങ്കിൽ പറ്റൂ. ശനിയാഴ്ച കൂടുതൽ എളുപ്പമുള്ള ദിവസം. ഇങ്ങനൊരു സൊല്യൂഷൻ വന്നില്ലെങ്കിൽ എന്തു പറ്റുമെന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു ശത്രുവിനെ കണ്ടിന്യൂസ്ലി തേടിക്കൊണ്ടിരിക്കും. ആ ശത്രുവിലൂടെ നമ്മളൊരു അർത്ഥം ഉണ്ടാക്കുക. ഇല്ലെങ്കിൽ മാഡത്തിന് തോന്നുന്നുണ്ടോ 87 വയസ്സായ വെള്ളാപ്പള്ളി നടേശൻ സാർ എന്തിനാണ് കള്ളം പറയുന്നത്? ഒന്ന് വെറുതെ ആലോചിച്ച് നോക്കുക. വെള്ളാപ്പള്ളി സാർ വളരെ പ്രായമുള്ള സീനിയറായ ആളാണല്ലോ. വെള്ളാപ്പള്ളിക്ക് സരസ്വതി വിലാസം ഉണ്ടെന്നാണ് പിണറായി വിജയൻ സഖാവ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. വെള്ളാപ്പള്ളി സാർ പറയുന്ന കള്ളമാണ് വെള്ളാപ്പള്ളി സാറിനും അറിയാം, കേൾക്കുന്ന നമുക്കും അറിയാം, കേൾക്കുന്ന ബാക്കിയുള്ളവർക്കും അറിയാം. പക്ഷേ വെള്ളാപ്പള്ളി സാർ വന്നിട്ട് കോട്ടയം എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികൾ, മലപ്പുറം എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ, അതാണ് കോഡ് വേർഡ്. എന്തിനാ ഇത് പറയുന്നത്? കാര്യം വിഘടിച്ച് കിടക്കുന്ന ഈഴവരെ, തീയരെ, നായരെ, നമ്പൂതിരിയെ എല്ലാം കൂടി ഒരു പൊതു നറേറ്റീവിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യണം? മുസ്ലിങ്ങൾ നമ്മുടെ എന്തോ അന്യായമായി എടുത്തുകൊണ്ട് പോകുന്നു, ക്രിസ്ത്യാനികൾ അന്യായമായി എടുത്തുകൊണ്ട് പോകുന്നു. ഇല്ലെങ്കിൽ എന്തിനാ അങ്ങനെ പറയണേ? ഇത് ശരിയാണെന്ന് പറയാമല്ലോ. ഇപ്പൊ രാഹുലേ കുറെ രണ്ട് സ്ഥലങ്ങളിൽ, എനിക്കൊന്ന് മലപ്പുറത്തും മറ്റു സ്ഥലങ്ങളിലും ഒക്കെ ഈ മുസ്ലിം എക്സ് മുസ്ലിംകൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ വേദികൾ പോയിട്ടുണ്ട്. എക്സ് മുസ്ലിങ്ങളെ എതിർത്ത് സംസാരിക്കാം. എക്സ് മുസ്ലിങ്ങൾക്ക് വേണ്ടിയല്ല, എക്സ് മുസ്ലിങ്ങളെ എതിർത്ത്. കാര്യം അവർ ഇസ്ലാമിനെ ഇങ്ങനെ കുറ്റം പറയുന്നത് ശരിയല്ല. കാര്യം അത് പറയേണ്ടത് ആരാ? രാഹുലാണല്ലോ. രാഹുല് ഒരു ഹിന്ദു മതത്തിന് വേണ്ടിയിട്ട് വാദിക്കുന്ന തീവ്ര വലതുപക്ഷ ഹിന്ദു, തീവ്രയല്ല, മധ്യ വലതുപക്ഷ ഹിന്ദു. ശരി, മധ്യ വലതുപക്ഷ ഹിന്ദു. എന്തിനാണ് മുസ്ലിം വിഭാഗത്തിന് വേണ്ടിയിട്ട് സംസാരിക്കാൻ? അതാണ് മഹാത്മാഗാന്ധി മുസ്ലിം വിഭാഗത്തിലെ ആളുകളുണ്ടല്ലോ. അല്ല, അതാണ് മഹാത്മാഗാന്ധിയും വിവേകാനന്ദനും കാണിച്ചു തന്ന പാത. മാഡം അറിയുമ്പോൾ അത്ഭുതപ്പെടും. ഇന്ത്യയിലെ ഏറ്റവും നല്ല ക്രിസ്മസ് ആഘോഷം നടക്കുന്നത് വിവേകാനന്ദന്റെ ബേലൂർ മഠത്തിലാണ്, ഹിന്ദു സന്യാസി മഠത്തിലാണ്. ഇന്ത്യയിലെ ഏറ്റവും, ഞാൻ പോയിട്ടുണ്ട് അതുകൊണ്ട് പറയാം, ഡിസംബർ 24 അമ്മ മേരിയും ഉണ്ണിയേശുവിനെയും ആരതി ഒഴിയുന്ന ഹിന്ദു സന്യാസിമാരെ കാണാം. വെറുതെ ബേലൂർ മഠ ക്രിസ്മസ് സെലിബ്രേഷൻ നോക്കിയാൽ വിവേകാനന്ദൻ ഹിന്ദു അല്ലേ? എന്തുകൊണ്ടാണ് പോയത്? ക്രിസ്ത്യാനികൾ ആഘോഷിക്കുന്നത്. വിവേകാനന്ദന്റെ ജീവിതത്തിൽ ഏറ്റവും സൂക്ഷിച്ചിരുന്ന 2 പുസ്തകങ്ങളാണുള്ളത്. ഒന്ന് ഭഗവത്ഗീത, 2 ഇമിറ്റേഷൻ ഓഫ് ക്രൈസ്റ്റ്. വിവേകാനന്ദൻ ക്രൈസ്റ്റിനെ കുറിച്ചൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ഓർക്കുക, അത് മധ്യ തിരുവിതാംകൂറിലെ ക്രിസ്ത്യൻ വോട്ടിന് വേണ്ടിയിട്ടല്ല. അന്ന് ക്രിസ്ത്യാനികൾ 1% താഴെ മാത്രമേ ഉള്ളൂ, ഇന്ന് 2% ഉള്ളൂ. വിവേകാനന്ദൻ 100 വർഷം മുമ്പ് ജീസസ് ക്രൈസ്റ്റിനെ കുറിച്ച് പുസ്തകം എഴുതിയത് ക്രിസ്ത്യാനികളെ പ്രീണിപ്പിക്കാനല്ല, മധ്യ തിരുവിതാംകൂറിൽ ക്രിസ്ത്യാനികളുടെ വോട്ട് കിട്ടുമെന്ന് വിചാരിച്ചിട്ടില്ല. ഔട്ട് ഓഫ് എ ജെന്യുവിൻ കൺവിക്ഷൻ.
മഹാത്മാഗാന്ധി മുമ്പോട്ട് വെച്ച ഔട്ട് ഓഫ് എ ജെന്യൂൻ ഖുറാനുമായിട്ടാണോ നടക്കുന്നത്? അല്ല, ഖുറാനായിട്ടാണ് നടക്കുന്നത്. പക്ഷേ ഈ ഖുറാൻ വായിച്ചിട്ട് അത്യാവശ്യം അറിയാം കേട്ടോ, ഒരുപാട് ആഴത്തിലൊന്നും അറിയില്ല, പക്ഷെ അത്യാവശ്യം അറിയാം. അപ്പോൾ മതങ്ങളെ എല്ലാം ബഹുമാനിക്കുക എന്നുള്ളതാണ് ഇന്ത്യൻ സംസ്കാരം. ഇന്ത്യൻ സംസ്കാരത്തിന് ഒറ്റ വരികയേ ഉള്ളൂ, സർവധർമ്മ സമഭാവന. RSS ആയിട്ടുള്ള ബന്ധം ഇപ്പൊ എങ്ങനെയാണ്? എന്നും നല്ല ബന്ധമാണ്. പക്ഷെ RSSലെ ഒരു സ്ട്രാൻഡിനോടുള്ള തീവ്ര ഹിന്ദുത്വവാദികളോട് യോജിക്കാൻ കഴിയില്ല. അവർ എനിക്കെതിരെ പുസ്തകം ഇറക്കിയിട്ടുണ്ട്. RSSന് രാഹുൽ ഈശ്വരുമായിട്ടൊരു അത്രയ്ക്കൊരു നല്ല നിലപാടല്ല, അല്ലെങ്കിൽ നല്ല അഭിപ്രായമല്ല എന്നാണല്ലോ കേൾക്കുന്നത്. അത് RSSലെ ഒരു വിഭാഗം, അതാണ് ഈ തീവ്ര ഹിന്ദുത്വവാദ വിഭാഗത്തോട് എനിക്ക് യോജിപ്പില്ല. അവരെന്നോട് യോജിക്കാതിരിക്കുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ ക്രെഡൻഷ്യൽ. കാര്യം അവർ പറയുന്നത് വാവരില്ല വാപൂരനാണെന്നാണ്. ഞാൻ എങ്ങനെ സമ്മതിക്കും? എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരിൽ ഒരു വിഭാഗം ഒരു പുസ്തകം ഇറക്കിയിട്ടുണ്ട്. ആ പുസ്തകത്തിൽ പറയുന്നത് വെളുത്താന്ന ക്രിസ്ത്യാനിയെയും വാവരെന്ന മുസ്ലിമിനെയും രാഹുൽ ഈശ്വർ എപ്പോഴും ഹൈലൈറ്റ് ചെയ്യുന്നതെന്ന് ചാണ്ടി സാറുള്ള സമയം ഉമ്മൻചാണ്ടിയുടെ നിന്ന് കാശ് മേടിച്ചിട്ടാണെന്നാണ്. ഞാൻ അവരോട് പറഞ്ഞു, എന്റെ ചേട്ടാ 1000 വർഷമായിട്ട് ഇവിടെ ഒരു സാധനമില്ല. സുഡാപ്പികളുടെ കയ്യിൽ നിന്നും കാശ് കിട്ടുന്നുണ്ടെന്നാണ് ഫണ്ട് കിട്ടുന്നത്. കാര്യം എന്തുകൊണ്ടാണെന്നറിയാമോ? കാര്യം എതിർവാദത്തിന് വാദമില്ലാത്തപ്പോൾ ആൾക്കാർക്ക് എന്ത് കള്ളവും പറയാം. ഖത്തറിന്റെ കാശ് കിട്ടും എന്ന് പറയുന്നവരുണ്ട്. നേരത്തിന് അറിയാവുന്നറിയില്ല, കേരളത്തിൽ ആദ്യമായി ഐസിസ് ത്രെറ്റ് പേഴ്സണലി കിട്ടിയ വ്യക്തി ഞാനാണ്. അത് രാഹുൽ ഈശ്വറിന്റെ പേഴ്സണലി ഒന്നുമല്ല, നമ്മുടെ IG ശ്രീജിത്ത് ഈ എറണാകുളത്ത് ഞാൻ പങ്കെടുക്കാവുന്ന പരിപാടിയിൽ നിന്ന് ഐസിസ് ത്രെറ്റ് ഉണ്ടാവുമെന്ന് കരുതി, ഒരു മുസ്ലിം പരിപാടിയാണ്, എന്നെ മാറ്റി നിർത്തി. ഇപ്പോഴും ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും. അവരുടെ പ്രശ്നം എന്തായിരുന്നു അറിയാമോ? ഐസിസുകാരുടെ പ്രശ്നം, മുസ്ലിങ്ങളുടെ പരിപാടിയിൽ മുസ്ലിം അല്ലാത്ത ഒരു വ്യക്തിയെ ക്ഷണിക്കുന്നു. നാളെ ഒരു നബിദിനം ഉദ്ഘാടനം ചെയ്യുന്ന ഞാനാണ്. കാര്യം വലതുപക്ഷക്കാർക്ക് എല്ലാ മുസ്ലിങ്ങളും സുഡാപ്പികളാണ്, ഇടതുപക്ഷക്കാർക്ക് എല്ലാ ഹിന്ദുക്കളും സംഘികളാണ്. രണ്ടുമല്ല, സംഘികളും സുഡാപ്പികളും അല്ല. 90% ഹിന്ദുക്കളും മുസ്ലിങ്ങളും സംഘികളും അല്ല, സുഡാപ്പികളും അല്ല. ഐഡന്റിറ്റി ക്രൈസിസ് ഉണ്ടോ? അയ്യോ, ഐഡന്റിറ്റി ക്രൈസിസ് ഈ ബാക്കിയുള്ളവർക്കേ ഉള്ളൂ. അവര് കാണുന്നത് സംഘി എന്ന് പറയുമ്പോൾ ഞാൻ ആ വാക്ക് ഉപയോഗിക്കാറില്ല കേട്ടോ, ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഞാൻ സംഘി എന്ന് പറയാം, സംഘപരിവാറെന്നേ പറയാറുള്ളൂ. സാധാരണ ഭാഷയെ പറയുന്നുണ്ട്. സംഘിക്ക് ലോകത്തിൽ സുഡാപ്പി എന്ന് പറയാറില്ല, സുഡാപ്പി എന്ന് പറയാറില്ല. സംഘിക്ക് സംഘിയും സുഡാപ്പിയും മാത്രമേ ലോകത്തിലുള്ളൂ. സാധാരണ ഹിന്ദുക്കൾക്ക് മുസ്ലിങ്ങളും അങ്ങനല്ല. ഞങ്ങൾക്ക് അയ്യപ്പനും അവരും 90% ഹിന്ദുക്കളും സംഘികളല്ല, 90% മുസ്ലിങ്ങളും സുഡാപ്പികളും അല്ല. അപ്പോൾ ബഹുഭൂരിപക്ഷം ആൾക്കാർ ഈ മിഡിൽ പാത്തിൽ വിശ്വസിക്കുന്ന, ഹിന്ദു മുസ്ലിം ഐക്യത്തിൽ വിശ്വസിക്കുന്ന, മതസൗഹാർദ്ദത്തിൽ വിശ്വസിക്കുന്നവരാണ്. ഇതേപോലെ തന്നെ തീവ്ര ലെഫ്റ്റും തീവ്ര റൈറ്റും അവർക്ക് രണ്ടും പരസ്പര വിരുദ്ധമാണ്. ദേ ഫീഡ് ഓൺ ഈച്ച് അതർ. അവർക്ക് അങ്ങനെയാണ് സൗകര്യവും. അതായത് ഒരു സുഡാപ്പിക്ക് അല്ലെങ്കിൽ ഒരു തീവ്ര ഇസ്ലാമിസ്റ്റിന് ബാക്കിയുള്ളവരെല്ലാം ഇസ്ലാമിനെ തകർക്കാൻ വരുന്നു എന്ന് പറഞ്ഞാലേ അവന് വിലയുള്ളൂ. ഒരു തീവ്ര വലതുപക്ഷക്കാരന്, ഒരു ഗോഡ്സേവാദിക്ക് ബാക്കിയുള്ളവരെല്ലാവരും നമ്മളെ തകർക്കാൻ വരുന്നു എന്ന് പറഞ്ഞാലേ അവന് വിലയുള്ളൂ. 90%, 95% ഹിന്ദുക്കളും അങ്ങനെയല്ല. ഗാന്ധിജിയുടെ പാതയിൽ പോകുന്ന, വിവേകാനന്ദന്റെ പാതയിൽ പോകുന്ന, അല്ലെങ്കിൽ സവർക്കറുടെ പാതയിൽ പോകുന്നവർക്ക് പോലും ഈ ഗോഡ്സേവാദികളെ ഇഷ്ടമല്ല. ഈ ഗോഡ്സേവാദമാണ് നമ്മുടെ നാടിന്റെ ആത്മാവിനെ ബാധിച്ച ക്യാൻസർ. അത് പറയുമ്പോൾ ഈ ഗോഡ്സേവാദികൾ പറയും മറ്റവനാണ്, അതുപോലെ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ പറയും തിരിച്ചാണ്. ബഹുഭൂരിപക്ഷം ആൾക്കാർ ഒരുമിച്ചാണ് പോകുന്നത്. ബഹുഭൂരിപക്ഷം ആൾക്കാരും ഈ ബഹുസ്വരത എന്ന ഫ്രെയിംവർക്ക് വിശ്വസിക്കുന്നവരാണ്. നമുക്ക് തീവ്ര വലതും വേണ്ട, തീവ്ര ഇസ്ലാമിസ്റ്റും വേണ്ട, തീവ്ര ഇടതും വേണ്ട. നമുക്കൊരു സെന്റർ റൈറ്റും സെന്റർ ലെഫ്റ്റും ആകാം. സെന്റർ റൈറ്റും സെന്റർ ലെഫ്റ്റും, മധ്യ ഇടത് മധ്യ വലത്. ആ മധ്യ ഇടത് നിൽക്കുന്നതാണ് കോൺഗ്രസിന്റെ സ്പേസ്, മധ്യ വലതാണ് പലപ്പോഴും BJPയുടെ സ്പേസ്. ഈ മധ്യ ഇടതിലേക്ക് CPM കൊണ്ടുവരാനാണ് ആളുകൾ ഇങ്ങനെ കൺഫ്യൂസ് ചെയ്യിക്കല്ലേ. ഇതിനെയാണ് പൊളിറ്റിക്കൽ സ്പെക്ട്രം എന്ന് പറയുന്നത്. ആദ്യ വിഷയത്തിൽ ഖാദിക്ക് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിച്ചതിന് ശേഷമാണ് RSSൽ നിന്ന് അകന്നത്? അല്ല, അതിന് മുമ്പ് തന്നെ പണ്ടുകൊട്ടേ എൻ്റെ മതസൗഹാർദ്ദ നിലപാടിൽ RSSലെ ഒരു വിഭാഗം, എല്ലാവരും ഒന്നുമില്ല കേട്ടോ, കുമ്മനം ചേട്ടനൊക്കെ മതസൗഹാർദ്ദ നിലപാടുള്ള വ്യക്തികൾ തന്നെയാണ്. അതുകൊണ്ടാണ് ക്ലെമിസ് തിരുമേനിയെ കാണുമ്പോൾ കാലം തൊട്ട് വീഴുന്നത്. ക്രിസ്ത്യൻ വോട്ടുകൾക്ക് വേണ്ടിയല്ല. ശ്രീ സുരേഷ് ഗോപി അതേ മതസൗഹാർദ്ദ നിലപാടുള്ള ആളാണ്. അതുകൊണ്ടാണ് അദ്ദേഹം അഭിമാനത്തോടെ പറയുന്നത്, എനിക്ക് ഇസ്ലാമിക പ്രാർത്ഥന ചൊല്ലി നോമ്പ് തുറക്കാൻ അറിയാം. ഇത് തീവ്ര ഹാർഡ് ലൈനേഴ്സിന് ഇഷ്ടപ്പെടില്ല. അവർ ഇഷ്ടപ്പെടണ്ട. അഖിലഹാദിയുടെ കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഞാൻ എപ്പോഴും ബാലൻസ് ആണ്. ഞാൻ എപ്പോഴും അഖിലഹാദി എന്നേ വിളിക്കും. അഖിലഹാദി എന്ന് വിളിക്കുന്നതിന്റെ കാര്യം, അഖില എന്ന് വിളിയാണ് ഹിന്ദുക്കൾക്കുള്ളത്, ഹാദി എന്ന് വിളിയാണ് മുസ്ലിങ്ങൾക്കുള്ളത്. അഖിലഹാദി ബാലൻസ് ആയിട്ട് പോകും. എന്ത് ചെയ്യാൻ അവിടുത്തെ ഒരു നിലപാടിന്റെ പ്രശ്നമില്ല. ഹാദിയൊക്കെ ഒപ്പം നിന്ന് അന്ന് നിലപാടെടുത്ത ഒരാളാണ്. ഹാദിയെ നേരിട്ട് പോയി കണ്ട് സംസാരിച്ച ഒരാളാണ്. അപ്പൊ ഹാദിയെ അഖില ഹാദിയ എന്ന് പറയുന്നതിന് തന്നെ ഒരു നിലപാട്. ചോദിച്ചോട്ടെ, അഖില ഈ ഹാദിയ ഒഫീഷ്യലി പേര് മാറ്റിയ അഖില എന്നല്ലേ വിളിക്കാൻ പറ്റൂ? അങ്ങനെ തത്വം പറയുകയാണെങ്കിൽ ഞാൻ തിരിച്ചു പറയട്ടെ, അച്ഛനും അമ്മയും കൊടുത്ത സാധനം ഗസറ്റിലിട്ട് മാറ്റിയില്ലല്ലോ. അപ്പൊ എങ്ങനെ ഹാദിയ എന്ന് വിളിക്കും? വേണമെങ്കിൽ എനിക്കത് പറയാം, ഞാൻ അത് പറയൂല. അഖില ഹാദിയ എന്ന് പറയുന്നത് ഒരുമിച്ച് കൊണ്ടുപോകാനാണ്. അഖില ഹാദിയയുടെ കേസിൽ ഞാൻ ഇടപെട്ട് ഹാദിയെ ഹിന്ദു ആക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞു പോപ്പുലർ ഫ്രണ്ടുകാർ എനിക്കെതിരെ സുപ്രീം കോടതി പോയിട്ടുണ്ട്.
പോപ്പുലർ ഫ്രണ്ടുകാരൻ എനിക്കെതിരെ സുപ്രീം കോടതിയിൽ പോയി. ദൈവം സഹായിച്ച സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് എൻ്റെ അഡ്വക്കേറ്റ് അവിടെ ഉണ്ടായിരുന്നു. എനിക്കും കൂടെ പറയണമെന്ന് പറഞ്ഞു. കപിൽ സിബൽ അവസാനം എനിക്കെതിരെയുള്ള പരാതി പ്രസ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ മാറ്റി. എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ ഹാദിയയുടെ കാര്യത്തിൽ അന്ന് അത്തരത്തിൽ ഹാദിയക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചാൽ ശരിയാണെന്ന് ഇപ്പോഴും വിശ്വസിക്കുന്നു. മതം മാറി എന്ന് പറഞ്ഞു പെൺകുച്ചിനെ കൊല്ലാൻ പറ്റൂ? അഖില ആദിയോട് പലതവണ ഞാൻ പറഞ്ഞു നോക്കി, മോളെ ഗാന്ധിജിയെ വായിക്കുക, വിവേകാനന്ദനെ വായിക്കുക, ശ്രീനാരായണ ഗുരുദേവനെ വായിക്കുക, പലതവണ ഞാൻ പറഞ്ഞു, ചുമ്മാ അല്ല. പക്ഷെ അഖില ആദ്യം പറഞ്ഞു, ചേട്ടാ എനിക്ക് വളരെ ബോധ്യമുണ്ട്, ഞാൻ മാറി, തിരിച്ചു വരാൻ പറ്റില്ല, ഇനി അതുകൊണ്ട് ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും? അഖില ആദിയെ മറ്റേ ജയിലിലിടാൻ പറ്റൂ? ഇനി 10-15 വർഷം ആ കുട്ടിക്ക് വേറെ ഒന്നും ചെയ്യണമെന്ന് പറയാൻ പറ്റൂ? ആ കുട്ടിയെ ഫിസിക്കലി അടക്കം അസോൾട്ട് ചെയ്യുന്ന പല ഇൻസ്റ്റൻസും ഉണ്ടായി. ഞാൻ ഡീറ്റെയിൽസ് പറയുന്നില്ല, അതില്ലാത്തതുകൊണ്ട്. ഞാൻ എന്നിട്ട് ഇനി പറയാൻ പറ്റുന്ന ആൾക്കാരുടെ പേര് പറയാമല്ലോ. ഞാൻ ആദ്യം പോയി കണ്ട ആൾക്കാരിൽ ഒരാൾ നമ്മുടെ ജോസഫൈൻ മാഡമാണ്, വനിതാ കമ്മീഷന്റെ. പിന്നീട് സുപ്രീം കോടതി അന്ന് നിയമിച്ചൊരു ജഡ്ജി ഉണ്ടായിരുന്നു, പേര് ഞാൻ വിട്ടുപോയി, ഇതിന്റെ കമ്മീഷന്റെ ഭാഗമായിട്ടൊക്കെ. അദ്ദേഹത്തിന് മെയിൽ അയച്ചു. ഇവിടുത്തെ 1-2 പ്രമുഖ മാധ്യമ പ്രവർത്തകരെ വന്ന് കണ്ടു. എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് മതം മാറ്റം അങ്ങോട്ടും ഇങ്ങോട്ടും യോജിക്കാത്ത വ്യക്തിയാണ്, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? അതിന്റെ മതം മാറി യോജിക്കാത്തൊരു വ്യക്തി പിന്നെ എന്തിനാണ് ഈ ഹാദിയുടെ വിഷയത്തിൽ യോജിച്ചത്? പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? രാഹുൽ മതം മാറ്റത്തെ അനുകൂലിക്കാത്ത ഒരാളാണെന്ന് പറയുന്നു. അങ്ങനെയുള്ള ഒരാള് ഹാദിയുടെ വിഷയത്തിൽ എന്തിനാണ് മതം മാറ്റത്തെ അനുകൂലിക്കുന്നത്? പേര് ഹാദിയെ കൊല്ലാൻ പറ്റുമോ? ദർ ഇസ് എ ലിമിറ്റ് ഇല്ലേ? അല്ല, അങ്ങനെയാണെങ്കിൽ അവിടെ രാഹുൽ ഇടപെടേണ്ട കാര്യമില്ലല്ലോ. ഞാൻ ഇടപെട്ട് പലതവണ ഹാദിയോട് നീ മതം മാറരുതെന്ന് പറഞ്ഞു. അത് എനിക്ക് ഇസ്ലാം മതത്തോടൊന്നും ദോഷം ഉണ്ടായിട്ടല്ല. പക്ഷേ നീ ഇനി മാറി അതിന്റെ പേരിൽ ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകളും തീവ്ര ഹിന്ദുത്വവാദികളും കൂടി അടിയുറങ്ങും. അത് ചെയ്യല്ല. ഞാൻ എന്നിട്ട് ഈ തീവ്ര ഹിന്ദുത്വവാദികളോടും പറഞ്ഞു, ഇപ്പം വേണമെങ്കിൽ ഞാൻ പറയാമല്ലോ, ഞാൻ പറഞ്ഞു, നിങ്ങൾക്കൊരു നിർബന്ധിത മതപരിവർത്തന നിരോധന നിയമമാണ് ആഗ്രഹമെങ്കിൽ നമുക്ക് നിമിഷ ഫാത്തിമയുടെ കാര്യം എടുത്താൽ മതി. കാര്യം നിമിഷ ഫാത്തിമ എന്ന് പറയുന്നത് ഇപ്പം ഇന്ത്യയിലില്ല. നിമിഷ ഫാത്തിമ എന്ന് പറഞ്ഞാൽ ഒരു മേജറിന്റെ സഹോദരിയാണ്. നിമിഷ ഫാത്തിമ അഫ്ഗാനിസ്ഥാനിലോ സിറിയയിലോ ആണെന്ന് നമ്മൾ പറയുന്നത്. അതിന്റെ പേരിലാണ് കേരള സ്റ്റോറിയുടെ കഥ. കേരള സ്റ്റോറി എന്ന് പറഞ്ഞാൽ നിമിഷ ഫാത്തിമയുടെ കഥയാണ്. അറിയായിരിക്കുമല്ലോ, അവരുടെ അമ്മയൊക്കെ ഞാൻ പേഴ്സണലി പരിചയപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഇന്ത്യയിലില്ല, തൽക്കാലം ആസ് ഓഫ് നോ ഇന്ത്യയിലില്ല. ഞാൻ പറഞ്ഞു, അവരുടെ കേസ് റൈസ് ചെയ്താൽ മതി. ആറ്റുകാൽ അമ്പലത്തിനടുത്ത് വളർന്നൊരു കുട്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരുപാട് കോംപ്ലക്സ് അണ്ടർ കറൻസ് ഉണ്ട്. എന്നോട് ഈ ഡീൽ ചെയ്ത പലരും പറഞ്ഞു, നിമിഷ ഫാത്തിമ നായരാണ്, ഈ കുട്ടി ഈഴവയാണ്, നമുക്കൊരു ഈഴവ മുസ്ലിം സ്പിരിറ്റ് ഉണ്ടാക്കാൻ ഇതാണ് നല്ലത്. ഞാൻ പറഞ്ഞു, എൻ്റെ കൂട്ടുകാരാ, എൻ്റെ സുഹൃത്തെ, ഇങ്ങനെ വ്യക്തികളെ വെച്ച് കാർഡ് കളിക്കരുത്, നമ്മൾ ചെസ്സ് കളിക്കരുത് ആൾക്കാരുടെ ജീവിതം വെച്ച്. ഞാൻ എന്നിട്ട് പറഞ്ഞു, അഖില ഹാദിയയ്ക്ക് മതം മാറാൻ ഒരുപാട് തവണ മതം മാറലെന്ന് ഞാൻ പറഞ്ഞു നോക്കി. അത് ഇസ്ലാമിനോടുള്ള വിരോധവും ഹിന്ദു മതത്തിലുള്ള അമിത ഇഷ്ടം കൊണ്ടോ ഒന്നുമല്ല. പകരം അങ്ങനെ മതം മാറി അത് സമൂഹത്തിൽ പ്രശ്നം ഉണ്ടാക്കും. പക്ഷേ അഖില ഹാദിയ മാറാൻ, അല്ലെങ്കിൽ തൻ്റെ നിലപാടിൽ നിന്ന് മാറാൻ തയ്യാറായില്ല. അവസാനം ഞാൻ പറഞ്ഞു, ഞാൻ എന്തെങ്കിലും കോടതിയെ അപ്രോച്ച് ചെയ്തു, പോലീസിനെ അപ്രോച്ച് ചെയ്തു. ഹാദിയ മതം മാറിയത് ഒരു മതം മാറ്റത്തിന് വേണ്ടി എനിക്ക് ഇസ്ലാം മതത്തോട് അഭേദ്യമായ ഒരു ആണ് ഈ പറയുന്ന മാത്രമാണോ അതിന്റെ കാര്യം എന്താ അറിയോ? കല്യാണം കഴിച്ചിട്ട് 1 വർഷത്തിന് ശേഷം മതം മാറിയിട്ട്, ക്ഷമിക്കണം, മതം മാറിയിട്ട് 1 വർഷത്തിന് ശേഷമാണ് കല്യാണം കഴിക്കുന്നത്. ചുമ്മാ പറയുന്ന കേസ്. ആ കേസ് എനിക്ക് അടുത്തറിയാവുന്നതാണ്. ഹാദിയയ്ക്ക് ജീവിതത്തിൽ വലിയൊരു സ്പിരിച്വൽ വാക്യൂം ഉണ്ടായിരുന്നു. ആ സ്പിരിച്വൽ വാക്യൂമിന് ഹാദിയ കണ്ടെത്തിയ ഉത്തരം ഇസ്ലാമാണ്. ഇപ്പം നമ്മുടെ AR റഹ്മാൻ മതം മാറി എന്തുകൊണ്ടാണ്? ലവ് ജിഹാദ് കാരണമാണ്. അങ്ങനെ വിശ്വസിച്ച് മതം മാറി, അങ്ങനെ ക്രിസ്ത്യാനികളെ മാറിയവരുണ്ട്, ഹിന്ദുക്കളായി മാറിയവരുണ്ട്, അങ്ങനെ ഒരുപാട് പേരുണ്ട്. റഹ്മാന്റെ കേസ് പോലെയല്ല ഹാദിയ കേസിൽ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഹാദിയ കേസിൽ എന്റെ നിലപാടിലേക്കല്ലേ സുപ്രീം കോടതി അടക്കം എത്തിയത്. ഒരു കാര്യം അയ്യോ ഒറ്റല്ല, ചുമ്മാ പറയണ, ഇവിടത്തെ വെറും പ്രൊപ്പഗാൻഡയാ. ഹാദിയ എന്ന് പറയുന്ന വ്യക്തി എനിക്ക് അടുത്തറിയാവുന്ന കേസായുണ്ട്. വെറുതെ ആ കേസിന്റെ നാൾ വഴികൾ പരിശോധിച്ചാൽ മതി. ഹാദിയ മതം മാറിക്കഴിഞ്ഞ് 1 വർഷമോ 8 മാസമോ എന്തോ ഉണ്ട്, കൃത്യം കണക്കുണ്ട്. അതിനുശേഷം ഷെഫിൻ ജഹാൻ എന്ന് പറയുന്ന ഒരു പയ്യനുമായിട്ട് പരിചയപ്പെടുന്നത്, കല്യാണം കഴിക്കുന്നത്. അവർ ഡിവോഴ്സ് അയാൾ ആ കുട്ടി അടുത്ത ആളെ കെട്ടി. അതുകൊണ്ട് എന്താ, ആ കുട്ടിയുടെ പേഴ്സണൽ ലൈഫല്ലേ, അത് ഡിവോഴ്സ് ചെയ്യാൻ പറ്റില്ല. ഹിന്ദുക്കൾ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിവോഴ്സും ചെയ്യാറില്ലേ? ഇതിന്റെ പ്രശ്നം, അതിനെ പ്രശ്നവൽക്കരിക്കുന്ന ആരാന്നറിയാമോ? അതൊരു കോൺട്രവേഴ്സി ആക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഞാൻ ഈ അൾട്രാ റൈറ്റ് വിംഗേഴ്സിനോട് പലപ്പോഴും പറഞ്ഞു, യഥാർത്ഥ പ്രശ്നം എന്താ അറിയാമോ? ഹാദിയയുടെ ഉള്ളിലെ ആ സ്പിരിച്വൽ വാക്യൂമാണ്. യഥാർത്ഥ പ്രശ്നം എന്താ അറിയോ? ഹാദിയയ്ക്ക് ശ്രീനാരായണ ഗുരുദേവൻ ആരാന്നറിയില്ല എന്നുള്ളതാണ്. യഥാർത്ഥ പ്രശ്നം ഹാദിയയ്ക്ക് ശ്രീനാരായണ ഗുരുദേവനോ ചട്ടമ്പി സ്വാമിയോ വിവേകാനന്ദനോ ആരെന്നറിയില്ല എന്നുള്ളതാണ്. അപ്പൊ ഹാദിയയുടെ ജീവിതത്തിലെ ആ ആത്മീയ ശൂന്യത, സ്പിരിച്വൽ വാക്യൂം, ആ സ്പിരിച്വൽ വാക്യൂമിന് ഹാദിയ കണ്ടെത്തിയ ഉത്തരമാണ് ഇസ്ലാം. നമ്മൾ നമ്മുടെ പിള്ളേരെ ആത്മീയ വിദ്യാഭ്യാസം കൊടുത്ത് വളർത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് നമ്മുടെ വിശ്വാസ സമ്പ്രദായങ്ങൾ ഉണ്ടാവും. നമ്മൾ ഹിന്ദുക്കൾ എത്രമാത്രം നമ്മുടെ പിള്ളേരെ ആത്മീയ വിദ്യാഭ്യാസം വളർത്താറുണ്ട്. ഒരു ക്രിസ്ത്യൻ മുസ്ലിം കുട്ടിക്ക്, ഇത് ഹാദിയയുടെ അച്ഛൻ എന്നെക്കുറിച്ച് പറഞ്ഞ കമന്റ് കൂടിയാണ്, ഒരു ക്രിസ്ത്യൻ മുസ്ലിം കുട്ടിക്ക് 18 വയസ്സാകുമ്പോൾ ഏകദേശം 1000 മണിക്കൂറോളം ആത്മീയ വിദ്യാഭ്യാസം കിട്ടും. സൺഡേ സ്കൂൾ, മദ്രസ തുടങ്ങിയ കാര്യങ്ങളിൽ. നമ്മുടെ ഹിന്ദു കുട്ടികൾക്ക് പരമാവധി കിട്ടുന്നത് 50 മണിക്കൂറോ 70 മണിക്കൂറോ ആണ്.
ഇത് കാരണം നമുക്ക് സ്പിരിച്വൽ കോണ്ടന്റ് ഉണ്ടാകുന്നില്ല. ശാസ്ത്രീയമായി പറഞ്ഞാൽ എക്സിസ്റ്റൻഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ടാകുന്നില്ല. അതൊരു സൈക്കോളജിക്കൽ ഫ്രെയിം വർക്കാണ്, മൾട്ടിപ്പിൾ ഇൻ്റലിജൻസിൻ്റെ. ഹോവാർഡ് ഗാർണർ സൈക്കോളജിസ്റ്റാണ് അദ്ദേഹം. അപ്പോൾ ഈ ആത്മീയ വിദ്യാഭ്യാസം നമ്മുടെ കുട്ടികൾക്ക് കിട്ടുന്നില്ല. ഇത് കാരണം അവർക്കൊരു ശൂന്യത തോന്നുന്നു. ഇത് കാരണം അവർക്കൊരു സ്പിരിച്വൽ വാക്യൂം ഫീൽ ചെയ്യും. നമ്മൾ ചെയ്യേണ്ടത് എന്താ? ക്രിസ്ത്യാനികളുടെ സൺഡേ സ്കൂൾ പോലെ നമ്മൾ ഭഗവത്ഗീത സ്കൂൾ തുടങ്ങണം, വേദപാഠശാല തുടങ്ങണം, രാമായണം പഠിപ്പിക്കണം, മഹാഭാരതം പഠിപ്പിക്കണം. ഇതിൻ്റെ ഭാഗമായിട്ട് ഈ ആത്മീയ വിദ്യാഭ്യാസം, സ്പിരിച്വൽ എഡ്യൂക്കേഷൻ കൊണ്ടുവരണം. അതല്ലേ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. അത് ചെയ്യുന്നതിന് പകരം ഇവരെ പ്രശ്നവൽക്കരിച്ചിട്ടോ തലക്കിട്ടടിച്ചിട്ടോ അല്ലെങ്കിൽ ദ്രോഹിച്ചിട്ടോ കാര്യമില്ല. അവിടെയാണ് ഹാദിയയുടെ നിലപാടിനോട് എനിക്ക് മതം മാറിയ നിലപാടിനോട് 100% വിയോജിപ്പാണ്. പക്ഷേ ഹാദിയ എന്ന 18 വയസ്സ് കഴിഞ്ഞ മനുഷ്യക്കുട്ടി എടുത്ത, നമ്മുടെ ഒരു സഹോദരി എടുത്ത നിലപാടിനെ ബഹുമാനിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. യഥാർത്ഥത്തിലെ പ്രശ്നം ഹാദിയയുടെ സ്പിരിച്വൽ വാക്യൂമാണ്. അത് ഈ തീവ്ര വലതുപക്ഷവാദികൾ കാണാൻ കഴിയില്ല. കാര്യം അവർക്ക് എല്ലാ കാര്യത്തിലും ഒരു ദ്വന്ദ്വം വേണം, വടംവലി വേണം. ഈ വടംവലിയിലാണ് നമ്മുടെ അൾട്രാ റൈറ്റ് വിങ് സന്തോഷിക്കുന്നത്. നേരെ തിരിച്ച് ഇസ്ലാമിസ്റ്റുകളും അങ്ങനെയാണ്. ഹാദിയയ്ക്ക് വേണ്ടി 77 ലക്ഷം രൂപയാണ് കപിൽ സിബലിന് കൊടുത്തത്. ആ കണക്കുകളൊക്കെ വെളിയിൽ വന്നിട്ടുണ്ടായിരുന്നു, അത് ശ്രദ്ധിച്ചു കാണും. കപിൽ സിബലിന് വേണ്ടി രാഹുൽ ഈശ്വർ എൻ്റെ കയ്യിൽ നിന്ന് അങ്ങോട്ട് ഏകദേശം 8,000 രൂപ 10,000 രൂപ ചിലവായിട്ടുണ്ട്. പലതവണ ഹാദിയെ വന്ന് കാണാൻ. ഹാദിയയുടെ കസ്റ്റോഡിയൻ ഇപ്പം ആരാ? കസ്റ്റോഡിയന്റെ ആവശ്യമില്ല. കസ്റ്റോഡിയൻ ഉണ്ടായിരുന്നല്ലോ, അച്ഛനും അമ്മയും വീട്ടിലിരിക്കുകയല്ല. അതിനുശേഷം കേസ് വന്ന സമയത്ത് ആരായിരുന്നു? സൈനബയാണ് ഉദ്ദേശിച്ചത്. സൈനബ കസ്റ്റോഡിയൻ ആണെന്ന് പറയാൻ കഴിയില്ല. കാര്യം അച്ഛനും അമ്മയായിരുന്നു. സൈനബയാണ് ഹാദിയെ ആദ്യമായിട്ട് ഇസ്ലാം പരിചയപ്പെടുത്തുകയും ആ മതപരിവർത്തന കേന്ദ്രത്തിൽ കൊണ്ടുപോയി. അതാണ് അതിന്റെ ഫാക്ച്വൽ ക്വസ്റ്റ്യൻ. ഹാദിയ 18 വയസ്സ് കഴിഞ്ഞില്ലേ? ഹാദിയക്ക് ഒരു സോ കോൾഡ് കസ്റ്റോഡിയന്റെ ആവശ്യമില്ല. ഇപ്പോഴും ഹാദിയയുടെ വീട്ടുകാരും ഹാദിയ തമ്മിൽ ബന്ധമുണ്ട്. അവർ ഫോണിൽ സംസാരിക്കുന്ന കാര്യമുണ്ട്. ഹാദിയ പുതിയ ഒരാളെ കല്യാണം കഴിച്ചു. you are missing the point. You are missing the point. എൻ്റെ സോൾ എന്താ? ഹാദിയയ്ക്ക് ഈ സ്പിരിച്വൽ എഡ്യൂക്കേഷൻ ഇല്ല. ഇനി ഇസ്ലാമിസ്റ്റുകൾ ചെയ്തത് എന്താ? 77 ലക്ഷം രൂപ മുതൽ 1 കോടി രൂപ വരെ ആർ എസ് എസ്സുകാരുടെ കുരു പൊട്ടിക്കാൻ ഇവർ ചെലവാക്കി. യഥാർത്ഥത്തിൽ ആ 1 കോടി രൂപ ഉണ്ടായിരുന്നെങ്കിൽ എത്രയോ മുസ്ലിം പെൺകുട്ടികളുടെ ജീവിതം നന്നായി പോകുമായിരുന്നു. ഞാനതാ കൃത്യമായിട്ട് പറഞ്ഞത്. 77 ലക്ഷം രൂപ കപിൽ സിബലിന് കൊടുത്തിട്ടാണ് പുള്ളി വാദിച്ചത്. കാര്യം ആ കണക്ക് വെളി വന്നു. രാഹുൽ ഈശ്വർ എൻ്റെ കയ്യിൽ നിന്ന് 8,000 10,000 രൂപ അങ്ങോട്ടാണ് ഹാദിയയ്ക്ക് വേണ്ടി ഇട്ടത്. പലതവണ ഹാദിയയ്ക്ക് വേണ്ടി ഞാൻ വൈക്കത്ത് വന്നു. ഒരു തവണ പ്രധാനപ്പെട്ട ഒരാളെ കാണാൻ പോയി. ഇവിടുത്തെ ആൾക്കാരെ കണ്ടു. ഇതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്കെതിരെ അന്ന് പല ആൾക്കാരും പറഞ്ഞു എന്നെ അന്വേഷണം വരുമെന്ന്. എന്തോന്ന് അന്വേഷിക്കാനാണ്? എന്തന്വേഷിക്കും? തിരുവനന്തപുരത്ത് നിന്ന് വൈക്കം വരവെന്ന് ആദ്യം കണ്ടതിൽ എന്ത് അന്വേഷിക്കും? അപ്പൊ ഇതിന്റെ പ്രശ്നം വി ഷുഡ് നോട്ട്. മാധ്യമപ്രവർത്തകർക്ക് പോലും കാണാൻ പറ്റിയിട്ടില്ല. എനിക്ക് ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് ഹാദിയെ കാണാൻ പറ്റിയില്ല. ഞാൻ ശ്രമിച്ചിരുന്ന ഒരാളാണ്. എനിക്കത് കാണാൻ പറ്റിയതിന്റെ കാര്യം എന്താ അറിയാം? കേരള പോലീസ് പറയാൻ പറ്റില്ല. കേരള പോലീസിന് ആ രീതിയിൽ എന്നെ വിശ്വാസമുണ്ട്. കേരള പോലീസിന്റെ 12 8 ആണ്, കൃത്യം 10 എടുത്തു, മീഡിയൻ എടുത്തു. 10 പേർ എല്ലാ ദിവസവും രാവിലെ ഒരു മരണ വീട് പോലെ അവിടെ കുറ്റിയടിച്ചിങ്ങനെ ഇരിക്കും. ഹാദിയെ അച്ഛനും അമ്മയും ഇങ്ങനെ കുറ്റിയടിച്ചിരിക്കും. അങ്ങനെ ആഴ്ചകളോളം നിന്നപ്പോൾ കേരള പോലീസിൻ്റെ ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ പോയത്. അല്ലെങ്കിൽ എനിക്ക് എങ്ങനെ ആക്സസ് കിട്ടാനാ? എനിക്ക് അവരുടെ വീട് എങ്ങനെ അറിയാനാ? കേരള പോലീസിൽ തന്നെയുള്ള വളരെ ഉന്നതനായ ഒരു ഉദ്യോഗസ്ഥൻ വിളിച്ച് എന്തെങ്കിലും ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കുക. ഞാൻ അതിന് ആദ്യം ചെന്ന് പറഞ്ഞു, മോളെ കഴിയുന്നത്ര നീ മതം മാറാതിരിക്കാവോ, നീ ഉള്ളിൽ പോലീസിന്റെ ഒരു സ്വാധീനത്തിലാണോ? പോലീസിന്റെ പിന്നെ അവിടെ വേറെ ആർക്കും ആക്സസ് കിട്ടാത്ത ഞാനെങ്ങനെ കയറും? എന്നെ വിശ്വാസമുള്ള കേരള പോലീസിലെ ആൾക്കാർ വിളിച്ചു പറഞ്ഞിട്ടാണ് ഞാനവിടെ പോയി. ഞാൻ ഉൾപ്പെടെയുള്ള പല മാധ്യമ പ്രവർത്തകർ, സീനിയറായിട്ട് ഈ കേസ് കൊണ്ടുവന്ന മാധ്യമ പ്രവർത്തകർക്ക് പോലും ഹാദിയനെ ആ ഘട്ടത്തിൽ കാണാൻ കഴിയില്ല. പിന്നെ ഇടതുപക്ഷം ഭരിക്കുന്ന ഈ കേരളത്തിൽ എനിക്ക് എന്തുകൊണ്ട് കാണാൻ പറ്റിയെന്ന് കരുതുന്നത്? ഞാൻ എന്തായാലും CPM അല്ലല്ലോ. ഇടതുപക്ഷത്തോടെ എന്തെങ്കിലും അനുഭവം എനിക്കുണ്ടെന്ന് തോന്നുന്നുണ്ട്. 2017 എങ്ങനെ കാണാൻ പറ്റി കാണും? കാണാൻ പറ്റിയത് ഈ ആഴത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നവർ രാഹുൽ ഈശ്വർ നിഷ്പക്ഷനാണെന്നും സത്യസന്ധനാണെന്നും അതുകൊണ്ട് എൻ്റെ ഇടപെടൽ വേണമെന്നും പറഞ്ഞ് എന്നെ വിളിച്ചുകൊണ്ടാണ് ഞാൻ പോയത്. അങ്ങനെ പലതവണ ഞാൻ പോയി കണ്ടു. ഒരു തവണ ഹാദി എന്നോട് പറയുകയും ചെയ്തു, എനിക്ക് നിങ്ങളെ വിശ്വാസമാണ്, നിങ്ങൾ വരുമ്പോൾ നിങ്ങളൊരു സെൻസ് ഓഫ്, ആദ്യയുടെ കൃത്യ വാക്കുകളല്ല, നിങ്ങൾ ഒരു പക്ഷത്തിന് വേണ്ടി നിൽക്കില്ല എന്ന് എനിക്കറിയാം. ഞാൻ പലതവണ പല രീതിയിൽ പറഞ്ഞു നോക്കി. ഞാൻ ആദ്യോടും പറഞ്ഞു, ഞാൻ ഹിന്ദു ആക്ടിവിസ്റ്റാണ്, നീ മതം മാറുന്നില്ല എന്ന് കേൾക്കുന്നതാണ് എനിക്ക് സന്തോഷം. അവസാനം മതം മാറണം, അത് അല്ലെങ്കിൽ മതം മാറി, ഓൾറെഡി ആദ്യം മാറി, അതിൽ ഉറച്ചു നിൽക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, മോളെ ഏത് മതമായാലും, എന്നെ ശ്രീനാരായണ ഗുരുദേവൻ പഠിപ്പിച്ചിരിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്ന മതം ഏതായാലും മനുഷ്യൻ നന്നായ മതി എന്നാണ്. ആ ദർശനത്തിൽ നീ നിൽക്കണം. ഹാദിയുടെ അച്ഛൻ പഴയ ഒരു CPA-കാരനാണ്, കമ്മ്യൂണിസ്റ്റുകാരനാണ്. ഇപ്പം പുള്ളി നേരെ തിരിച്ച് മറ്റേ 7SS ആയി. RSS അല്ല 7SS ആയി. അങ്ങനെ തമാശ, RS-കാർ പരസ്പരം പറയുന്നൊരു തമാശയാണ്. അവൻ RSS അല്ല 7SS ആണ്. അതായത് 6-നേക്കാൾ കൂടിയ കടുപ്പമുള്ളതാണ്. പിന്നെ ഇതൊന്നുമില്ല, പുള്ളിക്ക് തന്നെ ഒരുപാട് ദേഷ്യവും കാര്യങ്ങളൊക്കെയാണ്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എന്ത് ചെയ്യാൻ പറ്റും? മതം മാറി എന്ന് പറഞ്ഞൊരു പെണ്ണ്, അല്ലെങ്കിൽ കൊല്ലാൻ പറ്റും ഒരു പെണ്ണിനെ, എന്ത് ചെയ്യാൻ പറ്റും? ഇത് മുമ്പ് നമ്മുടെ ചരിത്രത്തിൽ നടന്നിട്ടുണ്ട്. മഹാത്മാഗാന്ധിയുടെ മകൻ മുസ്ലിമാരെന്ന് അറിയാമോ? സാക്ഷാൽ നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ മകൻ ഹരിലാൽ, അന്ന് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തെ പിന്നോട്ട് വലിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ഹരിലാലിനെ സ്വാധീനിച്ച് മുസ്ലിം ആക്കുന്നുണ്ട്. അതാണ് ഹരിലാൽ അബ്ദുള്ള ഗാന്ധി.
അങ്ങനെ ഹരിലാൽ മുസ്ലിമായി പോയി. അന്ന് മഹാത്മാഗാന്ധി എഴുതുന്നുണ്ട്, ഇവൻ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി വിശ്വാസത്തിന് വേണ്ടി പോയാൽ എനിക്ക് വിരോധമില്ല, പക്ഷേ ഇവൻ മറ്റ് പല കാരണങ്ങൾക്ക് വേണ്ടിയാണ് പോയി എന്ന് എനിക്ക് സംശയമുണ്ടെന്ന് ടൈംസ് ഓഫ് ഇന്ത്യയിലെ എഴുത്ത് തന്നെയുണ്ട്. പക്ഷേ അവസാനം തിരിച്ചു വരുന്നുണ്ട്. അവസാനം അമ്മയുടെ അടക്കം സ്വാധീനത്തിൽ ഹരിലാൽ അബ്ദുള്ള ഗാന്ധി തിരിച്ച് ഹരിലാൽ ആവുന്നുണ്ട്. ഓർക്കുക, മഹാത്മാഗാന്ധിയുടെ മോനെ മതം മാറ്റാൻ ശ്രമിച്ച മുസ്ലിങ്ങൾ തീവ്ര ഇസ്ലാമിസ്റ്റുകളാണ്. എങ്ങനെങ്കിലും ഈ നാടിനെ ഒന്നിപ്പിച്ച് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന മഹാത്മാഗാന്ധിയുടെ വീട്ടിൽ പോലും പ്രശ്നം ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ പ്രശ്നക്കാരാണ്. രാഹുൽ സംസാരിക്കുമ്പോഴേ പലപ്പോഴും ഈ ഓഡിയൻസിനെ കൺഫ്യൂസ് ചെയ്യിക്കുന്ന രീതിയിൽ സംസാരിക്കുന്ന ഒരു വിസിബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ്. 100% ഞാൻ പറയുന്നത് സത്യമാണ്. സ്വാമി അയ്യപ്പനാണ് 100% ഞാൻ പറയുന്നത്. വെരിഫൈ ചെയ്ത 100% ഒക്കെ ഒരു മനുഷ്യന് അങ്ങനെ നിൽക്കാൻ പറ്റില്ല. രാഹുൽ ഈശ്വർ 99.1% 99.99% ട്രൂത്ത് ഇസ് എ ലൈ. 99.99 ഞാൻ യുധിഷ്ഠിരനാണെന്നല്ല പറയുന്നത്. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തെക്കുറിച്ചോ എൻ്റെ പേഴ്സണൽ റിലേഷൻഷിപ്സിനെ കുറിച്ചോ ചോദിച്ചാൽ ഞാൻ സത്യം പറയുമെന്നല്ല ഞാൻ പറയുന്നത്. പബ്ലിക് കാര്യങ്ങളിൽ 100% ട്രൂത്താണ് ഞാൻ പറയുന്നത്. എൻ്റെ 2 മക്കളാണ്. ഒരു മോൻ്റെ പേര് യാഗ് എന്നാണ്, വേറൊരു മോൻ്റെ പേര് യുഗ് എന്നാണ്. സ്വാമി അയ്യപ്പനാണ് പൊതു കാര്യങ്ങളിൽ ഞാൻ എടുക്കുന്ന നിലപാട്. അൺലെസ് എനിക്ക് എന്തെങ്കിലും തെറ്റ് ഇൻഫോർമേഷൻ എല്ലാം കിട്ടി തെറ്റിപ്പോയെങ്കിൽ സംഭവിക്കാം കേട്ടോ. എനിക്ക് അങ്ങനെ 1-2 തെറ്റ് പറ്റിയിട്ട് ഞാൻ മാറ്റിയിട്ടുണ്ട്. 100% ഞാൻ പറയുന്നത് ചുമ്മാ താത്വികമായ ട്രൂത്ത് ആണെന്നൊന്നുമല്ല കേട്ടോ, ദാർശനികമായ ട്രൂത്ത് ആണെന്നൊന്നുമല്ല, വെരിഫയബിൾ ഡോക്യുമെന്റഡ് ട്രൂത്ത്. രാഹുലിനോട് ഏറ്റവും ദേഷ്യമുള്ളവരായിരിക്കും രാഹുൽ? എല്ലാ തീവ്രതയുള്ളവർക്കും എന്നോട് ദേഷ്യമായിരിക്കും. എവരി അൾട്രാ റൈറ്റ്, അൾട്രാ ലെഫ്റ്റ്, അൾട്രാ ഇസ്ലാമിസ്റ്റ് അവർക്ക് ദേഷ്യമായിരിക്കും. അല്ലാത്തവർക്കൊക്കെ രാഹുലിനോട് ഒരു പൊതുവെ ഞാൻ എൻഗേജബിൾ ആണ്, ഒരു മോഡറേറ്റ് ആണ് എന്നുള്ള. ഈ വൈബ്രന്റ് ആയിട്ട് സംസാരിക്കുന്ന കേൾക്കുമ്പോൾ ആളുകൾക്ക് ഒരു അനിഷ്ടമൊക്കെ തോന്നില്ലേ? ഈ പറയുന്ന സത്യസന്ധമാണ്. അതാണ് ഞാൻ പറയുന്ന ഒരു കാര്യം പോലും ഫാക്ട് ചെക്ക് ചെയ്യാൻ പറ്റില്ല. കാര്യം ഫാക്ട്സ് മാത്രമേ ഞാൻ പറയാറുള്ളൂ. ഞാൻ വെറുതെ ക്രോസ് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. രാഹുലിനെ എനിക്ക് തോന്നുന്നു ഈ TV അവതാരകൻ എന്ന കാലം മുതൽ കാണുന്ന ഒരാളാണ് ഞാൻ, മീഡിയയിൽ കാണുന്ന ഒരാളാണ്. അതിനുശേഷം ഇപ്പോൾ പിന്നെ പെട്ടെന്നൊരു പൊളിറ്റിക്കൽ സാധനങ്ങളൊക്കെ വരുന്നു. ഞാൻ രാഹുൽ അങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ നമ്മൾ കാണുമ്പോൾ ഒരു രാഷ്ട്രീയം അതിനകത്തേക്ക് വരുന്നു. രാഹുൽ ഒരു RSS ചായ്വുള്ളൊരു ഇതിലേക്ക് ആണ് നമ്മളൊരു ഹിന്ദു എന്ന് പറഞ്ഞാലും RSS എന്ന് പറയരുത്, അതാണ് എന്റെ പ്രശ്നം. അങ്ങനെയായിരുന്നു നമ്മൾ ധരിച്ചത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ രാഹുലിന്റെ രാഷ്ട്രീയം എന്താണെന്ന്. എന്റെ ഹിന്ദു റൈറ്റ് വിങ് അബ്സല്യൂട്ട്ലി ഹിന്ദു റൈറ്റ് വിങ് ആണ്. കൂടുതൽ യോജിപ്പ് സർദാർ പട്ടേലിനോടാണ്, നെഹ്റുജിയോടല്ല. കൂടുതൽ യോജിപ്പ് ശശി തരൂർ സാറിനോടും രമേശ് ചെന്നിത്തലാജിയോടുമാണ്, VD സതീശൻജിയോടല്ല. VD സതീശൻജിയാണ് അതിലെ ലെഫ്റ്റ് ലിബറൽ നെഹ്റുവിയൻ. രാഹുൽ മാങ്കൂട്ടത്തിനോടല്ല, ശശി തരൂരിനോടാണ് കൂടുതൽ ആശയപരമായ യോജിപ്പ്. അങ്ങനെ ഒരു കൺഫ്യൂസിംഗ് സ്റ്റേറ്റ് ആണ് കുറെ നാളായിട്ട്. എന്തായാലും നീണ്ട നേരം ഇത്രയും നേരം നമുക്ക് ഈ തരത്തിലുള്ള ഉത്തരങ്ങളൊക്കെ നൽകി. എന്തായാലും താങ്ക് യു സോ മച്ച്.